വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് ഈ വണ്ടിയിൽ പോകുന്നതെന്ന്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ നമ്മൾ കാടൊക്കെ കയറി അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി. ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും ബാക്കിൽ കൂടിയേ പോയിട്ടുള്ളൂ കേട്ടോ. ഇതുവരെ ഫ്രണ്ട് ഭാഗം ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ബ്രൈഡ് സുരയ്യ എനിക്ക് ചെറുപ്പം മുതലേ അറിയായിരുന്നു. ലൈക്ക് ഒരു 3rd സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് പരിചയമുണ്ട്. ചെറുപ്പത്തിലെ വീട്ടിലേക്ക് കളിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പക്ഷെ നമ്മൾ ഒരേ പ്രായക്കാരൊന്നല്ല കേട്ടോ, എന്നെക്കാളും ഇളയതാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ചെറിയ കുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ. അതിലൊരാളായിരുന്നു സുരയ്യ. അങ്ങനെ നമ്മൾ പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞ് മെഹനിടാമെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഡിസൈൻ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. അവൾക്ക് മണ്ടാല ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പേരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ അറബിയിൽ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ 2 കൈ ഉള്ളം കൈ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലനെ ഫുഡ് അടിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയപ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ കറണ്ട് പോയി. പക്ഷെ നമ്മളുള്ള വെളിച്ചത്തിൽ എങ്ങനെയല്ലോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വേഗം തന്നെ ബാക്ക് സൈഡ് സ്റ്റാർട്ട് ചെയ്തു. പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ബ്രൈഡൽ ഹെന്ന ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് ചെയ്യാൻ എങ്ങനെയാണ് കൈവെക്കേണ്ടതെന്ന്. ഞാനെപ്പോഴും ഈ ഒരു രീതിയിലാണ് കൈവെക്കാറ്. സോ അധികം എഫേർട്ട് ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലെ ഡിസൈനായിട്ട് കണക്റ്റായിട്ടാണ് ഞാൻ എപ്പോഴും ബാക്ക് സൈഡും ചെയ്യൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ബ്രൈഡൽ ഹെന്ന കാണുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഫീൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കട്ട് പകുതിയിൽ ഉള്ളതുപോലൊരു ഫീൽ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് കൊക്കമെല്ലാം കണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്രൈഡൽ ഹെന്ന കംപ്ലീറ്റ് ആക്കി 4 സൈഡും. ഫീഡ് ഹെന്ന ആദ്യം വേണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. കയ്യിലിട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് കാലിലും കൂടി വേണമെന്ന് തോന്നി. അങ്ങനെ പെട്ടെന്ന് തന്നെ കാലിലേക്കും ഒരു ഡിസൈൻ സെറ്റാക്കി. മണ്ടാല ഡിസൈനാണ് കാലിലേക്ക് ചൂസ് ചെയ്തത്. അങ്ങനെ കാലിലെ ഡിസൈനും വേഗം തന്നെ ഫിനിഷാക്കി. കാലിലെ ഡിസൈൻ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം. കാലിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വേറൊരു വർക്ക് കൂടിയുണ്ട്. വീട്ടിലന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, നീസിൻ്റെ ഫ്രണ്ട്സ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ റെഡിയായി. മോളും എൻ്റെ കൂടെ തന്നെ പോരാണ്, കരഞ്ഞിരിക്കുകയാണ് ഇവരുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ലിറ്റിൽ അസിസ്റ്റൻറ്റുമായിട്ട് ഞാൻ നെക്സ്റ്റ് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. പയ്യന്നൂർ തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം ലൊക്കേഷനിലെത്താൻ പറ്റി. ബ്രൈഡിൻ്റെ പേര് ഡോക്ടർ ഐശ്വര്യ എന്നാണ്. ഡിസൈൻ നേരത്തെ സെറ്റാക്കി വെച്ചതുകൊണ്ട് വേഗം സ്റ്റാർട്ട് ചെയ്തു. ഐശ്വര്യ ഞാൻ മുന്നേ ഇട്ട മെഹന്തി വ്ളോഗ് കണ്ടിരുന്നു, ഇഷ്ടമായി, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നും വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ നല്ല ഹാപ്പിയായി. മെഹന്തി ഇടുന്നതുകൊണ്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മാച്ചിങ് ആയി ഗ്രീൻ സാരിയൊക്കെ ഉടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മെഹന്തിയുടെ കൂടെ ഗ്രീൻ വരുമ്പോൾ എപ്പോഴും ഭംഗിയാണല്ലോ. അങ്ങനെ നമ്മൾ 2 സൈഡ് കംപ്ലീറ്റ് ആക്കി. ഇതായിരുന്നു ഫൈനൽ ഡിസൈൻ. ഞാൻ യൂഷ്വലി ചെയ്യുന്ന ബ്രൈഡൽ ബിഗിനിങ്ങിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇത്. എനിക്കെന്തായാലും ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഇഷ്ടമായി. എങ്ങനെയുണ്ട് ടോട്ടൽ കാണാൻ? നല്ല ഭംഗിയില്ലേ? കൈ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞപ്പോൾ കാലിന് ചെയ്തിട്ട് ബാക്ക് സൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാലിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കാലിലേക്കൊരു വെറൈറ്റി ഡിസൈനായിരുന്നു കേട്ടോ ചെയ്തത്. നമ്മൾ ആദ്യം ചൂസ് ചെയ്ത ഡിസൈനല്ല ഫൈനലി എത്തിയത്. അവളുടെ പ്രിഫറൻസൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി. ഇതാണ് ഫൈനൽ ഡിസൈൻ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ? എപ്പോഴും കാണുന്ന ഡിസൈനിൽ നിന്നും ഒരു മാറ്റം തോന്നില്ലേ? ഇനി നമ്മൾ വേഗം തന്നെ ബാക്ക് സൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് ഹാൻഡ് എപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്യുന്ന പോലെ കൈ ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്തു. അതുകൊണ്ട് കംഫർട്ടായിട്ട് തന്നെ ഇടാൻ പറ്റി. ബ്രൈഡൽ ബാക്ക് ഹാൻഡ് ചെയ്യുമ്പം നമ്മൾ കൈ പ്ലേസ് ചെയ്യുന്നത് റെഡി ആയിട്ടില്ലെങ്കിൽ നന്നായി സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അത് ഡിസൈൻ എഫക്റ്റ് ചെയ്യും. കാരണം അത്ര നീറ്റായിട്ട് കിട്ടില്ല ബാക്ക് ചെയ്യുമ്പോൾ. ഇനീഷ്യൽ ഡേയ്സ് ഞാൻ നന്നായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുള്ളായാൽ നല്ലതല്ലേ? ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ഐശ്വര്യ.
ഇന്നത്തെ ഡേ മെഹന്തി വർക്ക്സ് ഒക്കെ കഴിഞ്ഞു, ഹാപ്പിയായി. ഐശ്വര്യയോട് ടാറ്റയൊക്കെ പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ മെഹന്തിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അനങ്ങാണ്ടിരിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ എന്നെക്കാത്ത അവിടെ രണ്ടുപേരും ഇരിക്കുന്നുണ്ടായിരുന്നു മെഹന്തി ഇടാൻ. എൻ്റെ സ്വന്തം ഇത്താത്തയും മോളുമായിരുന്നു, വേറെ ആരുമല്ല. ഇത്താത്ത മണ്ടാര ഡിസൈനാണ് എടുത്തത്, അതുകൊണ്ട് വേഗം തന്നെ അത് ഫിനിഷായി. എൻ്റെ നീസ് മിന്നു സിമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഹെവി ഡിസൈനും കൊണ്ട് വരുന്ന ആളാണ്. എന്നെപ്പോലെ തന്നെ നല്ല മെഹന്തി ഭ്രാന്താണ് ആൾക്കും. ആദ്യം ഞാൻ കുറേ കളിപ്പിക്കുമെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. അവൾ പറയുന്ന ഡിസൈൻ തന്നെ. കൈ നിറഞ്ഞ് കാണാണ്ട് അവൾക്ക് മെഹന്തി ഇട്ടൊരു ഫീല് കിട്ടില്ല എന്ന് അവളെപ്പം പറയും. നിങ്ങൾക്കും അങ്ങനെയാണോ? മെഹന്തി നിറച്ചിടാനാണോ ഇഷ്ടം, അതോ സിമ്പിളാണോ ഇഷ്ടം? ഇതാണ് കേട്ടോ അവൾ പറഞ്ഞ സിമ്പിൾ ഡിസൈൻ. എങ്ങനെയുണ്ട്? ഇഷ്ടമായി എല്ലാവർക്കും? അവളെന്തായാലും നല്ല ഹാപ്പിയായി. അപ്പോൾ അപ്പുറത്തെ കൈയിലും സെയിം ഡിസൈൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 കൈയും കംപ്ലീറ്റ് ആക്കി. ഇട്ട് തീരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് പുലർച്ചെ 3 മണിയൊക്കെ ആയി. മൈലാഞ്ചി പിന്നെ എനിക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അത്ര ടൈം ആയതും മടുപ്പില്ലാണ്ട് ചെയ്യാൻ പറ്റി. എല്ലാ ദിവസവും ഇങ്ങനെ നല്ല കേട്ടോ. ചിലപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും അവൾ. പക്ഷെ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും, അപ്പോൾ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ നല്ല വിഷമത്തോടൊക്കെ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറ്റിക്കുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു, 2 വർക്കൊക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട്. പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തു, അവൾ വിചാരിച്ച ഡിസൈൻ തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവൾ നല്ല ഹാപ്പിയായി. ഇന്നത്തെ കുറച്ച് ലോങ് വീഡിയോ ആയിരുന്നു. ഇതുപോലെ വീഡിയോസ് ഇനിയും വേണമെന്നുള്ളവർ കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.